ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റത്തെ അപ്ഡേറ്റ് ഡൊമിനിക് എന്ന മലയാള മൂവിയാണ്. മമ്മൂട്ടിയെ നായകനാക്കി ഗൗതം വാസുദേവനാണ് സംവിധാനം ചെയ്ത ഒരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ഇതിൻ്റെ നിർമ്മാണം മമ്മൂട്ടി കമ്പനിയാണ്. ഇതിൽ മമ്മൂട്ടിയെ കൂടാതെ ഗോകുൽ സുരേഷ്, സിദ്ദിഖ്, വിനീത്, വിജയ് ബാബു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. ആമസോൺ പ്രൈമാണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയതായി കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഡൊമിനിക്കിൻ്റെ OTT റിലീസ് ഡേറ്റ് വന്നിരിക്കുന്നത് ഓഗസ്റ്റ് 28 നമുക്ക് കാത്തിരിക്കാം ഡൊമിനിക്കിൻ്റെ OTT റിലീസിന് വേണ്ടി. അടുത്തൊരു മലയാളം മൂവിയാണ് ID ദ ഫേക്ക്. ധ്യാൻ ശ്രീനിവാസൻ, ദിവ്യ പിള്ളൈ, ഇന്ദ്രൻസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അരുൺ ശിവവിലാസം രചനയും സംവിധാനവും നിർവഹിച്ച സിനിമയാണ് ID ദ ഫേക്ക്. ഇതൊരു ത്രില്ലർ മൂവിയാണ്. ഇതിൻ്റെ കഥ ചുരുക്കി പറയുകയാണെങ്കിൽ, സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഒരു ദിവസം ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മോർഫ് ചെയ്യപ്പെട്ട നഗ്ന ചിത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കാണുന്നതും അതെങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നതും എന്നുമാണ് സിനിമയിൽ പറയുന്നത്. സൈനാപ്ലേ ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ ഓഗസ്റ്റ് മാസം ഇത് റിലീസ് ചെയ്യും. അടുത്ത മൂവി വ്യസനസമേതം ബന്ധുമിത്രാദികൾ. അനശ്വര രാജൻ, സിജു സണ്ണി, ജോമോൻ ജ്യോതി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി S. വിപിൻ രചനയും സംവിധാനം നിർവഹിച്ച സിനിമയാണ് വ്യസനസമേതം ബന്ധുമിത്രാദികൾ. തിരുവനന്തപുരത്താണ് കഥ നടക്കുന്നത്. അവിടെ സാവിത്രി അമ്മയുടെ കുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ സിനിമ ആരംഭിക്കുന്നത്. മകൾ, മരുമകൻ, പേരക്കുട്ടി 5-ലൂടെ വിവാഹനിശ്ചയം അടുത്തു വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ നീങ്ങുന്ന സമയത്ത് ഒരു മരണം നടക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഇത് ഒരു കോമഡി എൻ്റർടൈൻമെൻ്റ് ആണ്. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 14 ഇത് റിലീസ് ചെയ്യും. അടുത്തതൊരു മലയാളം മൂവിയാണ് മനസാ വാച. ദിലീഷ് പോത്തൻ, അലക്സാണ്ടർ, പ്രശാന്ത്, കിരൺകുമാർ, ശ്രീജിത്ത് രവി, സായ്കുമാർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നവാഗതനായ ശ്രീകുമാർ പുടിയൻ സംവിധാനം ചെയ്ത സിനിമയാണ് മനസാ വാച. കഥ ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു കൂട്ടം കള്ളന്മാരും അവർക്കൊപ്പം പെരുങ്കള്ളനായി ധാരാവി ദിനേശനായി ദിലീഷ് പോത്തനാണ് അഭിനയിക്കുന്നത്. കള്ളന്മാരുടെ കഥയും നർമ്മത്തിൽ ചാലിച്ച രംഗങ്ങൾക്കൊപ്പം കുഞ്ഞു സർപ്രൈസുകളുമാണ് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോരമ മാക്സ് ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം ഇത് റിലീസ് ചെയ്യും. അടുത്തത് ബസൂക്ക എന്ന മൂവിയാണ്. മമ്മൂട്ടി, ഗൗതം മേനോൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഡിനോ ഡെന്നിസ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ബസൂക്ക. ഇതൊരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. C5 ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഒരുപാട് നാളായി പ്രേക്ഷകർ ബസൂക്കയുടെ റിലീസിന് വേണ്ടി അക്ഷമരായി കാത്തിരിക്കുന്നത്. ബസൂക്കയുടെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ മാസം സർപ്രൈസായി റിലീസ് ഉണ്ടാവുന്നതാണ് പുതിയ റിപ്പോർട്ട്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ് മാമൻ. സൂരി, ഐശ്വര്യലക്ഷ്മി, സ്വാസിക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി പ്രശാന്ത് പാണ്ഡ്യരാജ് തിരക്കഥെഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് മാമൻ. ഇതൊരു ഫാമിലി മൂവിയാണ്. C5 ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 ഇത് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് നടികർ. ടോവിനോ തോമസിനെ നായകനാക്കി ലാൽ ജൂനിയർ സംവിധാനം ചെയ്ത സിനിമയാണ് നടികർ. ടോവിനോ തോമസിനെ കൂടാതെ ദിവ്യ പിള്ള, സൗബിൻ ഷാഹിർ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ, ഭാവന എന്നിവർ ഇതിൽ മുഖ്യവേഷത്തിലെത്തുന്നു. സൈനാപ്ലേ ആണ് ഇതിൻ്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.